ഹായ്, ഗുഡ് മോർണിംഗ്. എസ് പി ആരുടെയാണ്. ഇപ്പോഴാണ് സഞ്ജു സാംസന്റെ ഇന്നലത്തെ ഒരു പ്രതികരണം കാണാനിടയായത്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു മാതൃകയാണെന്ന് പറയാൻ കാര്യം ഏതൊരു മനുഷ്യനും എത്ര അപ്പ് ദ സ്റ്റേഴ്സ് എത്തിയാലും എത്രത്തോളം വിനയാന്വിതരാകണം, എത്രത്തോളം ഡൗൺ സ്റ്റേഴ്സിൽ നിന്നിട്ട് വേണം മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ഞാൻ കണ്ടത്. നമ്മൾ പലതരം ആൾക്കാരെ ഓരോ ദിവസം അവരുടെ പ്രതികരണങ്ങൾ, ശൈലികളൊക്കെ കാണുമ്പോൾ സഞ്ജു അത്ഭുതപ്പെടുത്തിയെന്ന് പറയേണ്ടി വരികയാണ്. ഇന്നലെ KCയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നു. ലോകകപ്പിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ആദരവ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും സംസ്ഥാനത്തിന്റെ ആദരവ് അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്തതിനോടൊപ്പം തന്നെ സഞ്ജു സംസാരിക്കാൻ എണീറ്റ സന്ദർഭത്തിൽ അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരോട് കൊടുത്ത ഉപദേശമുണ്ട്. മനോഹരമായിട്ട് തോന്നി. കാര്യം നമ്മൾ ഒരുപാട് സ്റ്റാഴ്സുകളെ ഈ നാട്ടിൽ കാണുകയാണ്. ഇന്നിപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു താരമാണ്. ആ നിലയ്ക്ക് ആ അറിയപ്പെടുന്ന താരം ഇങ്ങനെയൊക്കെ ഡൗൺ സ്റ്റേഴ്സ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഒരു മികച്ച കാര്യമാണത്. അപ്പോൾ ആ നിലയ്ക്ക് സഞ്ജുവിൻ്റെ ആ പ്രതികരണം നിങ്ങൾ ഏവരും കണ്ടിരിക്കണം. ആ പ്രതികരണത്തിൽ അദ്ദേഹം ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരിക്കലും ഹുങ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡ്രീംസ് ചേസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ആവുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഉറപ്പായും ആ സ്ഥാനത്തെത്തും എന്ന് പറയുമ്പോൾ അതിന് പിന്തുണയുടെ മാത്രം കാര്യമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയും ഹൈറ്റ്സിലെത്തിയ ഒരു മനുഷ്യൻ ഇത്രയും നിസ്സാരനായി നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് പദവി, ഇപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ 2 പടം ഹിറ്റായി കഴിഞ്ഞാൽ കാണിക്കുന്ന ഷോ ഓഫൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെക്കാളൊക്കെ എത്ര ഹൈറ്റ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ വലിയ ആദരവും ബഹുമാനം തോന്നി. ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്നതിന് സഞ്ജു ഒരു ഉത്തമ ഉദാഹരണമാണ്. എത്ര ഉയരത്തിലേ നിങ്ങൾ എത്തിക്കോട്ടെ, നിങ്ങൾ അത്രത്തോളം ഡൗൺ സ്റ്റേഴ്സിൽ നിന്ന് സാധാരണ മനുഷ്യരായി ഇന്നലകളിൽ എന്തായിരുന്നോ അതായി തന്നെ പെരുമാറുന്ന ആ മനോഭാവമുണ്ടല്ലോ, ഉത്തമമായ മാതൃകയാണ്. നിങ്ങൾ എല്ലാവരും ആ പ്രതികരണം ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്, അത് ഒരു മാതൃകയാണെന്ന് പറയേണ്ടി വരികയാണ്. ലോട്ട് ഓഫ് താങ്ക്സ് സഞ്ജു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എന്റെ നമസ്കാരം. റെസ്പെക്ടഡ് CM സർ, വലിയ സന്തോഷം സാറ് എന്നെ പറ്റി ഇത്രയും സംസാരിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. പിന്നെ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എന്റെ സ്വന്തം നാട്ടുകാർക്ക് എന്റെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ. കുറെ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോ ഉണ്ടാവുന്നൊരു ഫീൽ എന്താന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ നടക്കുമ്പോഴും അകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന്. അപ്പൊ അത്രയും സന്തോഷമാണ് എന്റെ മനസ്സിൽ. പക്ഷെ അത് നാട്ടിൽ വന്നപ്പോ നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലായി പോകുന്നത്. ഉറപ്പായിട്ടും ക്രിക്കറ്റ് നമുക്ക് പെർഫോം ചെയ്യാം, കളി ജയിപ്പിക്കാം, റണ്ണടിക്കാം. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ 1.5-2 മാസത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, ഞാൻ നേടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വെച്ചാല് എന്റെ സ്വന്തം നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അപ്പോ അതിനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നമ്മള് മാച്ചൊക്കെ കളിക്കാൻ പോകുമ്പോഴും എനിക്ക് കുറെ മെസ്സേജസും ഇതും അങ്ങനെ കുറെ വരാറുണ്ട്. സഞ്ജു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നല്ലതേ നടക്കത്തുള്ളൂ എന്നുള്ളൊരു പ്രാവശ്യമെങ്കിലും എനിക്ക് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അത് അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കുറെ റെസ്പെക്ടഡ് സാറന്മാരെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ചെറിയ 10ാം വയസ്സില് ഞാൻ ആദ്യമായിട്ട് തൈക്കാട് ഓഫീസിൽ വന്നപ്പോഴാണ് ഞാൻ KCA സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയത്. അപ്പോ അന്നു മുതൽ ഉള്ള ഫെസിലിറ്റീസ് അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു വെള്ളായണി സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഗ്രൗണ്ടിൽ LNCPയിൽ മാച്ച് കളിക്കായിരുന്നു. പിന്നെ ഞാൻ കളിച്ചു വളർന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ ബിജു സാറിന്റെ അക്കാഡമി ആയിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയവും 2 ഡൊമസ്റ്റിക് സ്റ്റേഡിയവും
ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ളൊരു ഒരു എന്താ പറയില്ലേ, എന്തോ ഒരു സംഭവം, ഇത്രയും ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാക്കിയ KCക്ക് ഞാൻ വലിയ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനിയും ഇത് നല്ല രീതിയിൽ വളരട്ടെ. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഇനി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ ഇത്രയും ഒരു ഇമേജും അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ഥലം എത്തുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കുറെ കൊച്ചു കുട്ടികളെ കാണുന്നുണ്ട്, കുറെ ടീനേജേഴ്സ് ഉണ്ട്, കുറെ എന്റെ വയസ്സിലുള്ള കുറെ ആൾക്കാരുണ്ട്. നമ്മള് എല്ലാവരും ഏതോ ഒരു ഡയറക്ഷനിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നമുണ്ട് മനസ്സിൽ, നാളെ ഇങ്ങനെയായി മാറണം, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായി മാറണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിൽ കയറണമെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ജയിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റ് വേണം എന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിൽ എടുത്ത് കളയണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിൽ എത്തിപ്പെടും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പായിട്ടും അത് പറയുന്നു. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സോറി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ശ്രീജിത് സാറിന്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് പോണ്ടി വരുമെന്ന് തോന്നി. അതാണ് അപ്പോ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണമെന്നാണ് തോന്നിയത്. സ്റ്റേജിൽ കയറിയപ്പോ വികാരം കൂടിപ്പോയി. അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മുടെ ഡ്രീംസിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ കുറെ പേര് നമ്മളെ പറ്റൂല എന്ന് പറയും, കുറെ പേര് നമ്മളെ എതിർക്കും. ആ എതിർക്കുന്ന ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കണം. ഇല്ല, അത് നമ്മൾ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വാക്കുകളിലൂടെ അല്ല കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ടിൽ കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ മറുപടി. അപ്പൊ അത് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. താങ്ക് യു.